നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ രാജ്യത്തുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും BJP പയറ്റുന്നതായി കൃത്യമായി തന്നെ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമാണ്. അതായത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫലം അത് BJPക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഒരുപക്ഷെ ഈ രാജ്യത്ത് BJPയുടെ പതനം തുടങ്ങുന്നത് തന്നെ ചണ്ഡീഗഡിൽ നിന്നായിരിക്കും എന്ന് മതേതര മുന്നണി കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിലും വിജയിയായി പ്രഖ്യാപിക്കും എന്ന രീതിയിലേക്ക് തീരുമാനം വരുമ്പോൾ അത് BJPക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത്രയും നാളും തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ ആഘോഷമായി BJP കൊണ്ടാടുമ്പോൾ അവർക്ക് മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ, ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവർ വെറുതെ വ്യാമോഹിച്ചു. അതിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിക്കാൻ വരെ BJP പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് ഇവിടെ പരസ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് BJP എത്ര തുകയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി സമ്പാദിക്കുന്നത്, ആരൊക്കെയാണ് നൽകുന്നത്, ഇതൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിന് വലിയ രീതിയിൽ തുരങ്കം വയ്ക്കാൻ BJP ഇത്രയും നാളും ശ്രമിച്ചിരുന്നു. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അതിനെ സുതാര്യവൽക്കരിക്കരുത്, അത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് BJP എന്നും വാദിക്കാൻ ശ്രമിച്ചിരുന്നു. ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച തുക എത്രയാണ് എന്നുള്ളത് എല്ലാവരും അമ്പരന്ന് പോകുന്ന രീതിയിലാണ് അതിൻ്റെ കാഴ്ച. ഇവിടെ ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് EVMൽ അട്ടിമറി ആ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് വലിയ തോതിൽ ചർച്ചയായി മാറുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞ ഇപ്പോഴത്തെ വിധിയാണ് ഏറ്റവും പ്രാധാന്യമെന്ന് പറയുന്നത്. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിഗമനം ആത്യന്തികം സത്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, BJPയുടെ കള്ളക്കളി പലതും പുറത്തു വന്നിരിക്കുകയാണ്. EVMലൂടെയാണ് BJP പലപ്പോഴും വോട്ടിംഗ് മെഷീനിൽ തിരിമറി കാണിക്കുന്നത് എന്ന രീതിയിലേക്ക് വരെ ജനങ്ങൾ വലിയ തോതിൽ വീണ്ടും പൊതുതാൽപര്യ ഹർജി പല വിഭാഗത്തിൻ്റെതായി സുപ്രീം കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ തെരഞ്ഞെടുപ്പ് വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. നിലവിൽ ഇത് നരേന്ദ്രമോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒറ്റയ്ക്ക് 400 സീറ്റ് പിടിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കും കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. കാരണം ഒരു നേതാവും എത്ര സീറ്റുകൾ വാരിയെടുത്താലും അതൊക്കെ ജനവിധിയാണ് എന്ന് മാനിക്കാനാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഇത്രയും സീറ്റ് കൊയ്തു കളയുമെന്ന അഹങ്കാര ലാഘവത്തോടെ പറയണമെങ്കിൽ അതിനർത്ഥം എന്തൊക്കെയോ ചെയ്യാൻ കൃത്യമായി കളിക്കുന്നുണ്ടെന്നല്ലേ നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. മോദി അത്തരത്തിൽ കളിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് അതിശക്തമായി സുപ്രീം കോടതിയിൽ വാദിക്കാൻ ശ്രമിക്കുന്നത്. കപിൽ സിബൽ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ ഇതിനു വേണ്ടി കൃത്യമായി കോടതിയിൽ ഹാജരാകുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.